പെട്ടെന്ന് അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് പോണ വഴി എന്നെ കാണണം എന്ന് തോന്നിയെന്തിനാ? അത് കുറച്ചാളായി എനിക്കെന്നും അങ്ങനെ കാണുന്നതിന് താല്പര്യമുള്ളവനാ. അങ്ങയുടെ പാട്ട് എനിക്കറിയാം, ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ പാട്ടെനിക്ക് താല്പര്യമാണ്. അങ്ങയുടെ രൂപവും വേഷവും പാട്ടും ഇത് എല്ലാം കൂടെ എനിക്ക് വളരെയേറെ. ഇതിപ്പോ ഇപ്പോഴത്തെ തലമുറയ്ക്കും പാട്ടുകാർക്കായാലും കലാകാരന്മാർക്കുള്ള ഒരു ഉപദേശം കൂടിയാണ്. ഞാനെന്ന ഭാവം വിടുന്നെങ്കിൽ മാത്രം ജ്ഞാനസ്വരൂപിനെ കാണാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു ചേട്ടൻ, ഞാൻ നാളുകൾക്ക് ഒന്ന് രണ്ട് വർഷമായി മുമ്പ് വന്നിട്ടുണ്ട്. ചേട്ടൻ വാസുദേവൻ ചേട്ടൻ പത്തനംതിട്ട ജില്ലയിലുള്ളതാണ്. കണേട്ടനെ കാണണം എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ഒത്തിരി പേര് കണ്ടു. ആ ചേട്ടൻ ഇന്നിപ്പോൾ അവിചാരിതമായി എന്നെ ഫോൺ ചെയ്തു. ഞാൻ തലശ്ശേരിക്ക് പോകുന്ന വഴിയാണ്, അപ്പോൾ എന്നെ ഒന്ന് കാണണം, ഒരു പാട്ട് പാടണം, കേൾപ്പിച്ചിട്ട് വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞു. അതേ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വാസുദേവൻ ചേട്ടൻ, നമ്മുടെ ചേട്ടൻ. ചേട്ടൻ ഇപ്പൊ പാടാന്ന് പറഞ്ഞ പാട്ടൊന്ന് പാടി കേൾപ്പിക്കൂ. ഞാനൊന്ന് ഭാവം വെടിഞ്ഞെങ്കിൽ മാത്രമേ ജ്ഞാനസ്വരൂപനെ കാണുകയുള്ളൂ. ഞാനെന്ന ഭാവം വെടിഞ്ഞെങ്കിൽ മാത്രമേ ജ്ഞാനസ്വരൂപനെ കാണുകയുള്ളൂ. ജ്ഞാനം കൊണ്ടല്ലാതെ അജ്ഞാനം മാറ്റുവാൻ ലോകത്തിൽ വേറൊരു മാർഗമില്ല. ജ്ഞാനം കൊണ്ടല്ലാതെ അജ്ഞാനം മാറ്റുവാൻ ലോകത്തിൽ വേറൊരു മാർഗമില്ല. ജ്ഞാനെന്ന ഭാവം വെടിഞ്ഞെങ്കിൽ മാത്രമേ ജ്ഞാനസ്വരൂപനെ കാണുകയുള്ളൂ. തീർച്ചയായും ജ്ഞാനമാർഗങ്ങളും കർമ്മമാർഗങ്ങളും ആത്മാവിൽ കാണുന്നതേകമാർഗം. ജ്ഞാനമാർഗങ്ങളും കർമ്മമാർഗങ്ങളും ആത്മാവിൽ കാണുന്നതേകമാർഗം. ഏകമാർഗത്തിൽ എത്തുന്നതിനുള്ള ബോധമാം മാർഗത്തിൽ എത്തിയിടണം. ഞാനെന്ന ഭാവം വെടിഞ്ഞെങ്കിൽ മാത്രമേ ജ്ഞാനസ്വരൂപനെ കാണുകയുള്ളൂ. ഗംഭീരായി ചേട്ടാ, ഗംഭീരായി. ചേട്ടനപ്പൊ ഈ വരികളൊക്കെ എവിടെ നിന്നാ കിട്ടാ? ഒരു ഗുരുവില്ലേ, ഗുരുവിന്റെ പേരെന്താ? ശുഭാനന്ദ ഗുരു. ഓ, അവിടുത്തെ ആശ്രമത്തിലെ പാട്ടുകളാണ് അതല്ലേ? അത് അന്ന് പറഞ്ഞിരുന്നു. അന്ന് വന്നപ്പോ ചേട്ടൻ പാടിയത് സത്യമാണ് ദൈവം, സ്നേഹമാണ് ദൈവം. ആ പാട്ടാണ് അന്ന് പാടിയത്. കലിയുഗത്തിന്റെ പുതുമയുള്ള പാട്ടുകളാണ്. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം. ചേട്ടന്റെ നാട് പത്തനംതിട്ട ജില്ലയിൽ ഒത്തിരി സ്ഥലത്ത് നമ്മുടെ പരിപാടികൾ നടക്കാറുണ്ട്. നമ്മള് ഇതിനു മുമ്പ് ഒരു സ്റ്റേജിൽ വന്നത് എവിടെയായിരുന്നു? ഓമല്ലൂരാണോ? ഓമല്ലൂര്. അതെ, ഓമല്ലൂർ ഉണ്ടായിരുന്നു. അന്ന് വന്നതിലും ഒന്ന് സുന്ദരനായിട്ടുണ്ട് ഇപ്പൊ. അന്ന് ആകെ ആവശ്യതയായിട്ടാണ് ചേട്ടൻ ഇവിടെ വന്ന ആ സമയം അല്ലേ? അത് ഒത്തിരി പേര് നമ്മുടെ വീഡിയോ അന്ന് കണ്ടായിരുന്നു. ഒരുപാട് ഒത്തിരി പേര്. ചേട്ടനോട് ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ കണ്ണൻ? ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇദ്ദേഹമാണത് എന്നെ പഠിച്ചത്. തലശ്ശേരിയിലപ്പോ എവിടേക്കാ പോണേ? ജഗന്നാഥ ക്ഷേത്രം. ആ, ഇതിന്റെ കൂടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പാടിക്കോളൂ, പാടൂ. അക്ഷരജ്ഞാനം പഠിച്ചുയർന്നാലും ആത്മാവിൽ ജ്ഞാനം ഗ്രഹിക്കയില്ല. വേദമതെന്തെന്നോ ബോധമായാൽ ഭേദമറ്റ വേദം ബോധം തന്നെ. വളരെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന വരികൾ. അതുകൊണ്ടാണ് ഞാനിത് അങ്ങയുടെ അടുത്തിരുന്ന് പാടണമെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായും ചേട്ടൻ എന്നെ കാണണം തോന്നിയത് എന്റെ ഭാഗ്യം തന്നെയാ.
ഇക്കണ്ട ലോകമൊന്നും നിത്യമല്ലെന്നറിയുക, നിത്യമായുള്ള സത്യം ഈശ്വരനെന്നറിയുക. ഞാനെന്ന ഭാവം വെടിഞ്ഞെങ്കിൽ മാത്രമേ ജ്ഞാനസ്വരൂപനെ കാണുകയുള്ളൂ. ഗംഭീരായി ചേട്ടാ, സൂപ്പറായി. എനിക്ക് എന്നോടുള്ള സ്നേഹത്തിനും ഞങ്ങളോടുള്ള സ്നേഹത്തിനും ഒത്തിരി നന്ദി. ഇങ്ങനെ ഒന്നും പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, കലാപരമായി ഒന്നും പഠിക്കാത്ത ഞാനിങ്ങനെ മൂളുമ്പോൾ അങ്ങേ ഈ പറച്ചിൽ എനിക്കൊരു ഒരുപാട് അത് നമ്മള് ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ, അക്ഷരം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലാന്ന്. ആ പാട്ടിലില്ലേ, അതിലല്ല കാര്യം. മനുഷ്യന്റെ മനസ്സ് നന്നാവണം. ആ മനസ്സിൽ നിന്ന് വരുന്ന വരികൾക്ക് അതിൻ്റെതായ ആ ഒരു തെളിമ ഉണ്ടാവും. മറ്റുള്ളവർക്ക് അതൊരു ഉപദേശം തന്നെയാണ്. ഞങ്ങളുടെ ഗുരു തന്നെ പറയുന്നത്, കാലിലോ കയ്യിലോ ശരീരത്തിലോ അഴുക്ക് പിടിച്ചാൽ സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ അതങ്ങ് പോകും. മനസ്സിൻ്റെ അഴുക്ക് മാറണം. അതെ അതെ, നമ്മുടെ മനസ്സാണ് വൃത്തിയാകേണ്ടത്. അതെ അതെ, അതിനുവേണ്ടിയാണ് നമ്മുടെ വേദവും ബോധവും ജ്ഞാനവും എല്ലാം നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ളത്. അതെ അതെ. പക്ഷെ ഇന്നത് ക്രിസ്ത്യൻ, മുസ്ലിം, ഹൈന്ദവർ അതിലേറ്റവും ആത്മീയമായിട്ട് പുറമോട്ട് പോകുന്നത് ഹിന്ദുക്കളാണ്. ഒരു ശബ്ദമൊക്കെ നടത്തിയാൽ അത് വരികൾ കേൾക്കാനും ആരുമില്ല. ചോറുണ്ണാൻ നേരത്തെ ക്യൂ ഉണ്ട്. തീർച്ചയായും സത്യമായ എൻ്റെ ഒരു സത്യമായ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ അധപ്പതനം നമുക്ക് ഉണ്ട്. നമുക്കില്ല, നമ്മുടെ മക്കളിലേക്ക് അത് ആകും. ഇപ്പം ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയുമ്പം ചെറുപ്പക്കാർ, പിള്ളേർ, അത് ചെറുതൊക്കെ ഇന്ന് മദ്യവും മയക്കുമരുന്നും കൊണ്ട് കഴിയുവാണ്. അച്ഛനും അമ്മയൊന്നും പറയുന്നൊന്നും അവർക്ക് കേൾക്കാനൊക്കില്ല. അമ്പലമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല, പോയി തൊഴുന്ന ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ലോകമായിട്ട് മാറി. കലിയുഗം മോശമാണെന്ന് നമുക്കറിയാം. എങ്കിൽ അതിൽ നമ്മുടെ ഹൈന്ദവ വേദങ്ങൾ പഠിച്ചവർ ഇത്രയും പുറമോട്ട് പോകുന്നല്ലോ എന്ന് വലിയ വിഷമമുണ്ട്. തീർച്ചയായും എല്ലാം ശരിയാവും. എന്തോ ഈശ്വര, നമ്മള് എല്ലാവരും തന്നാവും. ഞാൻ ചേട്ടൻ ഇപ്പോഴും ഫോൺ നമ്പർ ഒന്നും ഇല്ല? ഉണ്ട്. അത് എത്രയും നമ്പർ? ചേട്ടന്റെ ഫോൺ നമ്പർ? അന്ന് വന്നപ്പോ ഫോണൊന്നും ഇല്ലായിരുന്നു, കുറിച്ച് വെച്ചേക്കാണ്. അപ്പൊ ഫോൺ എവിടെ? എനിക്ക് ഓർമ്മക്കുറവുണ്ട്. ഫോൺ എവിടെ ഇരിക്കണേ? ഉണ്ട് ഉണ്ട്. ഇതാ ഫോൺ നമ്പർ. ഫോൺ ബാഗിലാണോ? അതാ എടുക്കണ്ട, ഞാൻ എടുക്കണ്ട. ഇത് വാസുദേവൻ ചേട്ടൻ, ഞാൻ പറഞ്ഞല്ലോ, ചേട്ടൻ നല്ല അറിവുള്ള ഒരു നല്ല പാട്ടുകാരനും ഒക്കെയാണ്. പക്ഷെ ചില ജീവിത സാഹചര്യം കൊണ്ട് അദ്ദേഹം എങ്ങനെ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഒക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇദ്ദേഹത്തോട് സംസാരിക്കണമെന്നോ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് വാസുദേവൻ ചേട്ടൻ. ഇത് സ്വന്തം കയ്യിലുള്ള നമ്പർ തന്നെയല്ലേ? 8078180426. ഇത് വാസുദേവൻ ചേട്ടന്റെ നമ്പറാണ്. അന്ന് വന്നപ്പോൾ ഫോണില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന്റെ കാഴ്ചയിൽ തന്നെ വ്യത്യാസം വന്നു. അന്നത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ സുന്ദരനായി. അന്നൊരു വയ്യാത്ത ആളുടെ പോലെയായിരുന്നു കണ്ടത്. എനിക്ക് ഈ ഈശ്വര ചിന്ത കൊണ്ടുള്ള മനസ്സിന്റെ സന്തോഷം. തീർച്ചയായും ആ ഒരു ചൈതന്യം ഉണ്ട് ചേട്ടന്. വയസ്സ് 89 കഴിയുക. അത്രയേ ഉള്ളൂ അല്ലേ? എന്തായാലും സന്തോഷം ചേട്ടാ, ഒത്തിരി സന്തോഷം.